പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരുണയുടെ തിരുമണിക്കൂറിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കർത്താവ് തൻ്റെ കരുണയും സ്നേഹവും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന പുണ്യ നിമിഷങ്ങളാണ്. നമ്മുടെ കർത്താവിനറിയാം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യമുള്ളത്, ഏത് കൃപയാണ് നമ്മളിലേക്ക് ഒഴുക്കേണ്ടതെന്ന് നമ്മുടെ ദൈവത്തിനറിയാം. പ്രിയമുള്ളവരെ, നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും നമുക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് ഇന്ന് നമുക്ക് നൽകുമെന്ന വലിയ വിശ്വാസത്തോടെ കർത്താവിനെ ഫലമേൽപ്പിച്ചുകൊണ്ട് കരങ്ങളുയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഈ കരുണയുടെ തിരുമണിക്കൂറിൽ സകല ജനതകളുടെയും മേൽ കർത്താവ് വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മേലും നമ്മുടെ ജീവിതത്തിന്മേലും കർത്താവിൻ്റെ വലിയ കരുണ അനുഭവവേദ്യമായി തീരുന്ന നിമിഷങ്ങളിലൂടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ കടന്നു പോകുന്നത്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 16-ാം വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം എന്ന്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വചനം പറയുകയാണ്, അതിനാൽ വേണ്ട സമയത്ത്. പ്രിയമുള്ളവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് ഇതാണ്: അതിനാൽ വേണ്ട സമയത്ത് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്? കൃപയൊഴുകുന്ന ഈ പുണ്യ നിമിഷങ്ങളിൽ നിൻ്റെ ഹൃദയം, നിൻ്റെ ജീവിതം, നിൻ്റെ ശരീരം, നിൻ്റെ മനസ്സ്, നിൻ്റെ ആത്മാവെല്ലാം കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് കർത്താവിനോട് അപേക്ഷിച്ച് കർത്താവിൻ്റെ കരുണയും സ്നേഹവും നമ്മൾ സ്വീകരിക്കേണ്ട സമയമാണ്. പ്രിയമുള്ളവരെ, എന്തെല്ലാം മേഖലകളിലാണ് നമുക്ക് ഇന്ന് കർത്താവിൻ്റെ കരുണ അനുഭവിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണ ഏത് ജീവിത സാഹചര്യത്തിലേക്കാണ് നമുക്ക് ലഭ്യമാകേണ്ടത്? ഒരുപക്ഷെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ അനുഭവിക്കുന്ന പാപത്തിൻ്റെ അടിമത്വം, നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റേതായ കുറേ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ആ മേഖലകളെല്ലാം നമുക്ക് ഈ നിമിഷങ്ങളിൽ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ കരുണ പാപവും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ആവശ്യമാംവിധം ലഭ്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിലേക്ക് വഴുതി പോകുന്ന നിമിഷങ്ങളെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. തിന്മകളുടെ സ്വാധീന മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം, അത് നമ്മളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും കരുണയിൽ നിന്നുമൊക്കെ വ്യതിചലിപ്പിച്ചുകൊണ്ട് അന്ധകാരത്തിൻ്റെ മേഖലകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നുണ്ടാവാം. ഇന്ന് ആ തിന്മയുടെ മേഖലകൾ കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
കർത്താവേ, തിന്മയുടെ ഒരുപാട് മേഖലകൾ, അടിമത്തത്തിൻ്റെ മേഖലകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. നിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിലെ ആ തിന്മയുടെ മേഖലയിലേക്ക് നീ വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ജീവിതത്തിലെ കടബാധ്യതകളാൽ ഇനി എന്ത് ചെയ്യും? ചിലരൊക്കെ ആത്മഹത്യ വരെ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ടാവാം. കാര്യങ്ങൾ നടത്തുവാനുള്ള സാമ്പത്തികമായ കഴിവില്ലാതെ പോകുന്നു, ജോലിയില്ലാതെ പോകുന്നു, ജോലി ഉണ്ടെങ്കിലും ആവശ്യത്തിനുള്ള പണം ലഭ്യമല്ലാതെ പോകുന്നു, ജോലി സ്ഥിരതയില്ലാതെ പോകുന്നു. ഇങ്ങനെ ജീവിതത്തിൽ കുറേ കടങ്ങളൊക്കെ കയറി കടബാധ്യതയാൽ നമ്മൾ വളരെയധികം വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ മേഖലയിലേക്ക് നമുക്ക് കർത്താവിൻ്റെ കരുണ നമുക്ക് പ്രാർത്ഥിക്കാം. ആ മേഖലയെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മയുടെ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം. ഈശോയോട് ചേർന്നിരിക്കുവാനായിട്ട്, വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നിരിക്കാം. ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവാം. കർത്താവേ, നിൻ്റെ കരുണ, നിൻ്റെ സ്നേഹം ഈശോയെ ഈ നിമിഷങ്ങളിൽ വിശുദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് നീ അതിശക്തമായിട്ട് അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ വിവാഹ തടസ്സങ്ങളുണ്ടാവാം. ഇങ്ങനെ വിവാഹം ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത നമ്മുടെ സഹോദരിമാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു ജീവിത പങ്കാളിയെ, കർത്താവേ, എൻ്റെ കുടുംബത്തിൽ വിവാഹ തടസ്സം നേരിടുന്ന എൻ്റെ സഹോദരനെ, സഹോദരിയെ, എൻ്റെ മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണ ഈ നിമിഷം ഈശോയെ വിവാഹ തടസ്സം നേടുന്ന സഹോദരനിലേക്ക് അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ ഈശോ പറയുകയാണ്, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാപരവും ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുമെന്ന്. നമ്മുടെ കുടുംബത്തെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള വിവിധങ്ങളായ തടസ്സങ്ങൾ, പലവിധ തടസ്സങ്ങളാൽ നമ്മൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, കുടുംബ അന്തരീക്ഷത്തെ എല്ലാം നമുക്ക് ഈ നിമിഷങ്ങളിൽ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എൻ്റെ കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല ആധ്യാത്മിക മന്ദ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ദാമ്പത്യ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങളുണ്ടാവാം, രമ്യതയില്ലായ്മയുണ്ടാവാം, ഒരു വിവാഹമോചനം വരെ എത്തി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. ഈ നിമിഷം ഇങ്ങനെയുള്ള സകലവിധ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നമുക്ക് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കാത്ത വിധം ചില ബന്ധനാവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. കർത്താവേ, നിൻ്റെ സ്നേഹം എന്നിലേക്ക് ഒഴുക്കണമേ, ആ സ്നേഹം എനിക്ക് അനുഭവവേദ്യമാക്കി തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കാത്ത വിധം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പല മേഖലകൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടാവാം. ഈ മേഖലകളെല്ലാം കർത്താവിൻ്റെ കരുണയുടെ മുമ്പിൽ കർത്താവിൻ്റെ സ്നേഹത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കുറേയേറെ പ്ലാനും പദ്ധതിയും ഒരുക്കിയാലും അതൊന്നും പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ കരുണയും സ്നേഹവും നമ്മളിലേക്ക് ഒഴുകിയെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന, പ്രാവർത്തികമാക്കുവാൻ ആഗ്രഹിക്കുന്ന, സബലീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ മേഖലകളെല്ലാം വിജയകരമായിട്ട് നേടുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഈ ദിവസങ്ങളിൽ നടക്കുവാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ചില കാര്യങ്ങളൊക്കെ നടത്തി തരണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയെ, ആ മേഖലകളെല്ലാം നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഐസിയ പ്രവാചകൻ്റെ പുസ്തകം 50-ാം
അധ്യായം 2 ചേർന്ന് നിന്നുകൊണ്ട്, ഐസയ 59:1 ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് ഈശോയുടെ മുമ്പിൽ നമ്മളെയും നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മന്ദ്യം സംഭവിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തെ നമുക്ക് കർത്താവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് കരുണയുടെ, സ്നേഹത്തിൻ്റെ, കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലാണ് ഉപവിഷ്ടനാകിയിരിക്കുന്നത്. കർത്താവ് സ്വർഗീയ കവാടങ്ങൾ തുറക്കുന്ന നിമിഷങ്ങളാണ്. അതായത് കർത്താവ് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ, കരുണയുടെ കവാടങ്ങൾ, സ്നേഹത്തിൻ്റെ കവാടങ്ങൾ, കൃപാവരത്തിൻ്റെ കവാടങ്ങൾ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ശക്തമായിട്ട് നമ്മയും നമ്മുടെ ജീവിതത്തെയും എല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമാകുന്നത് നമ്മുടെ ബലഹീനതകളിലാണ്. നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ രീതിയിൽ ഈശോ ബലഹീനമായ നിമിഷങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രതികൂല നിമിഷങ്ങളിൽ ഇനി ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തെ നേരിടുമെന്നറിയാതെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ആ ദുർബലതകളുടെ മധ്യത്തിലാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കരുണ ഏറ്റവും ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി. ഈ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അസാധ്യമായവ സാധ്യമാകുന്നത് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകുമ്പോഴാണ്. നമ്മൾ നമ്മുടെ ബലഹീനതകൾ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കരുണ ഏറ്റവും ശക്തമായ രീതിയിൽ നമുക്ക് അനുഭവവേദ്യമാകുക. നമുക്ക് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും നാം ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഫേസ് ചെയ്യുന്ന നന്മകളും തിന്മകളും എല്ലാം അടങ്ങിയ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് ഒരു ആന്തരിക സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നിൽ വളരെയേറെ കുറവുകളുണ്ട്, തിന്മയുടെ ഒരുപാട് ലോകമുണ്ട് എൻ്റെ ജീവിതത്തിൽ. അവയെല്ലാം അതിജീവിക്കുവാൻ ഈശോയെ കരുണ എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഒരുപാട് വിദ്വേഷം, ഒരുപാട് വിഭാഗീയത, ഒരുപാട് ക്ഷമിക്കുവാനുള്ള മേഖലകളൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ആ മേഖലകളെല്ലാം നമുക്ക് ഈശോയുടെ മുമ്പിൽ തുറന്നു വയ്ക്കാം. പരസ്നേഹത്തിനെതിരായിട്ടുള്ള തിന്മകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം കാണുവാനായിട്ട് സാധിക്കാം. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുമ്പോൾ തിന്മകൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കർത്താവിന് ഇവയെല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ നിൻ്റെ കരുണ എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൗലോസ് ശ്ലീഹായോട് ചേർന്ന് നിന്നുകൊണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണെന്ന വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തിൽ ഒരുപാട് മേഖലകളുണ്ട് കർത്താവെ നിൻ്റെ കരുണ ലഭിക്കുവാനായിട്ട്. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ നിൻ്റെ കരുണയും സ്നേഹവും ഒക്കെ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ മേഖലകളിലേക്കെല്ലാം കർത്താവെ കരുണ ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെയും നമ്മുടെ ജീവിതത്തെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സമാപന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.